കല്യാണി മേക്കപ്പ് ചെയ്യണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ അപ്പുറത്ത് കാണാം. പോട്ടെ. ഓക്കെ. എന്നെ കണ്ടെപ്പോഴും കലിയളകുന്ന ആളാ. ഇപ്പൊ ഇതാ വില കൂടി മേക്കപ്പ് കിറ്റ് എനിക്ക് സമ്മാനം എടുത്ത് തന്നിരിക്കുന്നു. അതും വിദേശത്തുനിന്ന് വരുത്തിയത്. ജഗത്താനും ഒരു കാലത്ത് മാലാഖയായിരുന്നു എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. രമാ മേഡത്തിന്റെ മനസ്സിലും ഒരു മാലാഖയില്ലെന്ന് ആര് കണ്ടു? എന്തായാലും ഈ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇങ്ങോട്ട് വാ, നോക്കണേ. കണ്ടോ, കല്യാണി പുതിയ മേക്കപ്പ് സെറ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ കല്യാണി അഭിനയം പ്രൊഫഷനാക്കാൻ പോവാ. അല്ലെങ്കിൽ സിനിമ നടിയെ പോലെ മേക്കപ്പ് കിറ്റായിട്ടൊക്കെ വരുമോ? അത് കണ്ടിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നല്ലോടി. നീ വാ, നമുക്ക് പോയി നോക്കാം. ഇത് കൊള്ളാമല്ലോടി, പുതിയതാണല്ലേ? ഈ വീട്ടിൽ വെച്ച് തന്നെ വേണമെങ്കിൽ എനിക്ക് അവളെ അടിച്ചൊതുക്കാം. പക്ഷേ അതിൽ എന്ത് ത്രില്ലാ ഉള്ളത്? ഇവിടെ കോളേജിൽ പോണം, നാടകത്തിൽ അഭിനയിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം, ചമയങ്ങൾ അണിഞ്ഞ് മേക്കപ്പ് ചെയ്യണം. അതോടുകൂടി അവളുടെ തകർച്ച പൂർണ്ണമാകും. ആലോചിച്ചു നോക്ക്, ഒരാള് ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം അവതരിപ്പിക്കാൻ സ്റ്റേജിൽ കയറിയതിനു ശേഷം സ്വന്തം മുഖം തന്നെ നഷ്ടപ്പെട്ട് ആ കഥാപാത്രം അവതരിപ്പിക്കാനാവാതെ സ്റ്റേജിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്, അത് കാണുമ്പോൾ ഉള്ള സുഖം അത് മറ്റൊന്നിനും കിട്ടില്ല. സത്യം. ശത്രുവിനെ അടിക്കുമ്പോ മർമ്മത്തിൽ തന്നെ അടിക്കണം. പിന്നീട് ഒരിക്കൽ പോലും നമ്മുടെ നേരെ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടാവരുത്. ഇപ്പൊ അവള് മേക്കപ്പ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരിക്കും. ആ മേക്കപ്പ് അവള് മുഖത്ത് പുരട്ടും. പിന്നെ അവിടെ മുഴങ്ങുന്നത് സ്വന്തം മുഖവും ജീവിതവും നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ മരണവിപ്രാളത്തോടെയുള്ള നിലവിളിയായിരിക്കും. ഞാനും ഇന്ന് കോളേജിലേക്ക് പോകേണ്ടതായിരുന്നു. അവളുടെ മുഖമെല്ലാം പൊള്ളി ചിന്നു നിലവിളിക്കുമ്പോ അവളുടെ നിലവിളിയും പിടച്ചിലും ഒക്കെ കണ്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. ഇത്രയും അടിപൊളി മേക്കപ്പ് സെറ്റ് വലിയ വലിയ സിനിമാ നടികളുടെ കയ്യിൽ മാത്രമേ കാണുള്ളൂ എന്ന് തോന്നുന്നു.
എന്റെ മകന്റെ നായികയാവാനുള്ള അവളുടെ പൂതി ഞാൻ അവൾക്ക് സമ്മാനമായി നൽകിയ ആ മേക്കപ്പ് കിറ്റ് തന്നെ അവസാനിപ്പിച്ചോളൂ. ആ മേക്കപ്പ് ഉപയോഗിച്ച് 5 മിനിറ്റ് കഴിയുമ്പോ അവളുടെ മുഖത്ത് നീറ്റല് തുടങ്ങും. അത് കഴിഞ്ഞ പിന്നെ പതിയെ പതിയെ അവളുടെ മുഖമെല്ലാം പൊള്ളി വികൃതമാവാൻ തുടങ്ങും. ചിന്നു തകർന്ന് തരിപ്പണമാവണം. അപ്പോഴായിരിക്കും ചീഫ് ഗസ്റ്റ് എന്ന നിലയിലുള്ള കോളേജിലേക്കുള്ള എന്റെ മാസ് എൻട്രി. അവിടെ വെച്ച് ഞാൻ ചിന്നുവിനെ എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ആസ്വദിക്കും. എന്നിട്ട് അതേ വേദിയിലെ ചീഫ് ഗസ്റ്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് എന്റെ മരുമകൾ എന്റെ മകനോടൊപ്പം റോമിയോ ആയും ജൂലിയറ്റായും നാടകം അഭിനയിച്ച് അരങ്ങ് തകർക്കുന്നത് ഞാൻ മനം നിറയെ കാണും.